ഒരുപാട് വേദനിപ്പിച്ചിട്ടും പലർക്കും പല റിലേഷൻഷിപ്പിൽ നിന്നും ഇറങ്ങിപ്പോരാൻ സാധിക്കാറില്ല. എപ്പോഴോ കൊടുത്ത കുറച്ച് സ്നേഹത്തിൻ്റെ പേരിൽ അവരതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ബ്രെയിന് ഇടയ്ക്ക് കിട്ടുന്ന സ്നേഹവും വേദനയൊക്കെ കാരണം ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് അത് ട്രോമ ബോണ്ടിങ് എന്നുള്ളൊരു അവസ്ഥയിലോട്ട് അത് മാറിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ വിക്റ്റിം അതിൽ നിന്ന് ഇറങ്ങി പോരുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഒറ്റയ്ക്കൊരു കുറ്റബോധം തോന്നുക, പിന്നെ അതുപോലെ തന്നെ ഇവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലൊക്കെ ഭയങ്കരമായിട്ട് ഇവർ അലട്ടിക്കൊണ്ടിരിക്കും. മലയാളത്തിൽ ഒരു ഉപമയുണ്ട് ഇതിന്, അതായത് നായ ചങ്ങലക്കിട്ട പോലെ. ഈ ചങ്ങലയോടാണ് ഈ ട്രോമ ബോണ്ടിങ്ങിനെ ഉപമിക്കുന്നത്. അതായത് ഈ നായയ്ക്ക് ഇടയ്ക്ക് ഭക്ഷണം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, ചിലപ്പം ഭയങ്കരമായിട്ട് അടി കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ നായ ഗ്രാജുവലി ഈ ചങ്ങലയെ സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് ഈ വിക്റ്റിം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിക്റ്റിം അബ്യൂസറിനെ അങ്ങനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഇടയ്ക്ക് കിട്ടുന്ന വേദന, ഇടയ്ക്ക് കിട്ടുന്ന സ്നേഹം, പക്ഷെ അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ സ്വയം അത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെയൊക്കെ അപ്പുറം നമ്മൾ മറ്റുള്ളവരുടെ സഹായം തേടുക എന്നുള്ളത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഇത് സെൽഫ് ഹാമിങ്, സൂയിസൈഡൽ ടെൻഡൻസിയിലോട്ടൊക്കെ പോകും. ചിലപ്പോൾ അവെയർ ആയിരുന്നിട്ട് കൂടി നിസ്സഹായാവസ്ഥ കാരണം അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആ സമയത്ത് സ്വയം വേദനിച്ചിട്ടാണെങ്കിൽ പോലും അവരിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്.